അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് ബ്രോ കബീറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് അവൻ്റെ വൈഫ് വിളിച്ചിട്ട് എൻ്റെ ഇക്കാക്ക് നല്ലൊരു ഡ്രസ്സും ഒരു കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് സർപ്രൈസ് ആക്കണം എന്നൊക്കെ പറഞ്ഞ കാരണം നമ്മളാ കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുന്ന് അതിൻ്റെ ഇടയിൽ ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്, സന്തോഷം രണ്ടാണ്. നമുക്ക് രണ്ട് സന്തോഷത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അതിലൊരു ബിരിയാണി കൂടി ഉണ്ടാക്കാമെന്നുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെ ബിരിയാണിക്കുള്ള വെട്ടും കുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറിനുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കച്ചമ്പർ ഉണ്ടാക്കുന്നുണ്ട്. അൻസാർ ബ്രോ കരീമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുക്താർ ഭായ് ഇവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത്ര വലിയ സംഭവമൊന്നുമല്ല ഇന്ന്. സാധാരണ നമ്മളൊരു ചിക്കൻ പൊരിച്ചിട്ടുള്ള ഒരു നോർമൽ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അല്ലാതെ ദമ്മ് ബിരിയാണി ഒന്നുമല്ല. ചിക്കൻ പൊരിക്കുക, നമ്മളെ എന്നത്തെയും പോലെ തന്നെ സവാള, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന എല്ലാം കൂടി കൂട്ടിയിട്ട് മസാല ഉണ്ടാക്കുക, തൈര് ഒഴിക്കുക, ഉപ്പിടുക, വേണ്ട മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മളെ മസാല ഇവിടെ സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ കണ്ടില്ലേ, പൂ പോലെ വിരിഞ്ഞ ചോറ് ഇവിടെ വന്നിട്ടുണ്ട്. ജീരകശാല അരിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ദമ്മിടുകയാണ്. അപ്പോൾ ബിരിയാണിയുടെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയിലേക്ക് വരാം. നമ്മളെ കബീറിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല 2 ഡ്രസ്സും ഒരു നല്ല എന്താ പറയുക റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പള്ളി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റൂമിലെത്തി. കബീറിന് നമ്മൾ സർപ്രൈസ് കൊടുത്തേക്കാണ്. അപ്പോൾ കബീർ വിശ്വസിക്കുന്നില്ല ഇത് എവിടുന്നാണ് വന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പ്രവാസികൾക്ക് കിട്ടുന്ന ഒരു ചെറിയ സന്തോഷാനുഭവങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. നാട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മൾ ഓർമ്മിക്കാനുണ്ടെന്നും എന്തെങ്കിലും കൊടുത്തയക്കാനുണ്ടെന്നൊക്കെ ഒരു ചിന്ത മനസ്സിൽ വരുന്ന സമയത്ത് പ്രവാസി അനുഭവിക്കുന്ന ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രവാസികൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എങ്ങനെയായാലും കബീറിനെ ഞങ്ങൾ പുത്തനെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോസ് എടുത്തതാണ്. അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇവിടെ എല്ലാവരും മുന്നിൽ നമ്മളെ സന്തോഷം എല്ലാവർക്കും ഒന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ആഗ്രഹം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം കബീറിന് കൊടുക്കേണ്ടതിന് പകരം ആദ്യം തന്നെ എൻ്റെ മാമൻ്റെ മകൻ ഒരു കഷ്ണം വായിലാക്കി. അത് പിന്നെ എന്നും അങ്ങനെ തന്നെയാണ്, തിന്നാൻ കിട്ടുന്ന എന്ത് സാധനം കണ്ടാലും അവനക്ക് അവൻ്റെ കുട്ടികളെ പോലും തിരിച്ചറിയില്ല. അപ്പോൾ എങ്ങനെയായാലും 1-2 ആൾക്കാർ പിന്നെ കബീറിന് കേക്കും മധുരമൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവരും പങ്കിട്ടെടുത്തു. കുറച്ച് ആൾക്കാർക്ക് വൈകുന്നേരം വരാനുള്ളവർക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ബിരിയാണി വിളമ്പാൻ തുടങ്ങി. നല്ല കച്ചമ്പറൊക്കെ ഇട്ടിട്ടുള്ള ബിരിയാണി. എല്ലാവരും വരിയായി നിന്നിട്ട് ചോറ് വാങ്ങാൻ നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ആദ്യം എനിക്കും വിളമ്പി, എന്നിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വിളമ്പി. എന്നിട്ട് എല്ലാവരും കഴിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ നമ്മുടെ സന്തോഷത്തിലൊക്കെ നിങ്ങളെല്ലാവരും പങ്കുചേരുക. ഇതേപോലെ പ്രവാസിയിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. നാട്ടിലും ഇതേപോലെയുള്ള കൂട്ടായ്മയിൽ എല്ലാവരും ഇരുന്ന് ഒപ്പിരുന്ന് കഴിക്കുക, ചിരിക്കുക, കളിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും നമുക്ക് എപ്പോഴും തരും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ട ഭാഗം, നമുക്ക് ഈ നല്ലൊരു ട്രീറ്റ് തന്ന കബീറിനും അവൻ്റെ കുടുംബത്തിനും കുറേ കാലം ആയുരാരോഗ്യത്തോടെ തന്നെ ജീവിച്ചിട്ട് കുറേ മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കുറേ കാലം ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസാന നേരത്ത് പറയാനുള്ളത്. ചില ആൾക്കാരൊക്കെ ആർത്തികൾക്കിടയിൽ ഇതൊക്കെ പറയാൻ മറന്നിട്ടുണ്ട്, പക്ഷേ നമ്മളെങ്ങനെയാലും ഓർമ്മിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശീർവാദങ്ങളും കബീറിൻ്റെ ഫാമിലിക്ക് എല്ലാവരും നേരുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.